അതിദരിദ്രരില്ലാത്ത കേരളം പ്രഖ്യാപനത്തിന്റെ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് വിദ്യാർത്ഥികൾ. അട്ടപ്പാടി കാരറ ഗവൺമെന്റ് യു.പി. സ്കൂൾ വിദ്യാർത്ഥികളാണ് നിയമസഭയിൽ എത്തിയത്. തലസ്ഥാന നഗരത്തിലെത്തിയ വിദ്യാർത്ഥികൾ കൈരളി TV ഹെഡ് ഓഫീസിലുമെത്തി. കേരളം കൈവരിച്ച ചരിത്ര നേട്ടത്തിന്റെ പ്രഖ്യാപനത്തിൽ നേരിട്ട് പങ്കെടുത്തതിന്റെ സന്തോഷത്തിലാണ് അട്ടപ്പാടിയിലെ വിദ്യാർത്ഥികൾ. അട്ടപ്പാടി കാരറ ഗവൺമെന്റ് യു.പി. സ്കൂളിലെ കുട്ടികളാണ് അതിദരിദ്രരില്ലാത്ത കേരളം പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിക്കാൻ നിയമസഭയിൽ എത്തിയത്. കുറേ സന്തോഷങ്ങൾ മന്ത്രിമാരുമായിട്ട് പങ്കിടാൻ പറ്റിയത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അട്ടപ്പാടി പോലുള്ള പ്രദേശത്ത് നിന്ന് ഇത്ര ദൂരം സഞ്ചരിച്ച് തിരുവനന്തപുരം വരെ പോയി മന്ത്രിമാരെ നിയമസഭയൊക്കെ കണ്ടതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. മന്ത്രിമാരായ വി ശിവൻകുട്ടി, പി രാജീവ്, കെ രാജൻ, കെ ബി ഗണേഷ് കുമാർ എന്നിവർ കുട്ടികളെ സ്വീകരിച്ചു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി എ പ്രദീപ് കുമാർ, MLA-മാരായ ടി.പി. രാമകൃഷ്ണൻ, കെ ശാന്തകുമാരി, കടകംപള്ളി സുരേന്ദ്രൻ, N ഷംസുദ്ദീൻ എന്നിവരും കുട്ടികളോടൊപ്പം സൗഹൃദം പങ്കുവച്ചു. തലസ്ഥാന നഗരിയിൽ എത്തിയ വിദ്യാർത്ഥികൾ കൈരളി TV ഹെഡ് ഓഫീസും മ്യൂസിയവും മൃഗശാലയും കടൽത്തീരവും സന്ദർശിച്ചു. കൈരളി ചാനലിലേക്ക് പോയി. ഞങ്ങൾക്ക് സ്കൂളിൽ സ്വന്തമായിട്ടൊരു ചാനലുണ്ട്. അപ്പോൾ എങ്ങനെ ന്യൂസ് പ്രവർത്തിക്കണമെന്നും ന്യൂസിൽ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ നന്നായിട്ട് അവർ ഞങ്ങൾക്ക് സ്വീകരണം ഒരുക്കി തന്നു. നല്ല പെരുമാറ്റമായിരുന്നു അവരുടെ. ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കടലിൽ പോകുന്നത്. വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. അവിടെ കുറേ സമയം ഞങ്ങൾ കളിച്ചു. പിന്നെ ഞങ്ങൾ രാജാരവിവർമ്മയുടെ പെയിന്റിങ് കണ്ടു. ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല രാജാരവിവർമ്മയുടെ പെയിന്റിങ് ഒക്കെ കാണുന്നത്. ഞങ്ങൾ രാജാരവിവർമ്മയുടെ പെയിന്റിങ് പഠിച്ചിട്ടേ ഉള്ളൂ, നേരിട്ട് കാണുന്നത് ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല. പ്രധാനാധ്യാപിക സിന്ധു സാജൻ, PTA പ്രസിഡന്റ് പ്രേമചന്ദ്രൻ, ഫിനി ജോൺ, അധ്യാപകർ തുടങ്ങിയവർ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു. കൈരളി ന്യൂസ്, പാലക്കാട്.